എൻ്റെ ഇരട്ട ലജ്ജ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഇങ്ങനെയൊരു തലക്കെട്ടുണ്ട്, എൻ്റെ ഇരട്ട ലജ്ജ. ആ ഭാഗം വായിച്ചപ്പോൾ ആദ്യം ഗാന്ധി എന്ന വലിയ മനുഷ്യനോട് ചെറുതായിട്ടൊരു പുച്ഛം തോന്നിയെങ്കിലും പിന്നീട് അത് അങ്ങേയറ്റത്തെ ബഹുമാനമായി മാറി. സ്വന്തം പിതാവ് മരണത്തിലേക്ക് പോയേക്കാവുന്ന ആ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ തിരുമ്മിക്കൊണ്ടിരുന്ന ഗാന്ധി ചിന്തിച്ചത് മുറിയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ കസ്തൂർബയെക്കുറിച്ചായിരുന്നു. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനാവാതെ അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണ്. കുറച്ചു സമയത്തിനു ശേഷം ആരോ വന്ന് വാതിലിൽ മുട്ടിയിട്ട് പറയുന്നു, അച്ഛൻ മരിച്ചുപോയി. കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടയുന്നുണ്ട്. ലോകശ്രദ്ധ ആകർഷിച്ച ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും തൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സംഭവം എൻ്റെ ഇരട്ടലജ്ജ എന്ന തലക്കെട്ടിൽ എഴുതി വെച്ചത്? ഗാന്ധി എന്ന വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി ഈ പുസ്തകം വായിക്കുന്നവർ തന്നെക്കുറിച്ച് എന്ത് കരുതുമെന്ന് ആ വലിയ മനുഷ്യൻ ചിന്തിക്കാതിരുന്നത് എന്താണ്? ചില ഏറ്റുപറച്ചിലുകൾ മനസ്സിനെ വിമലീകരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണും. 2017 ഫെബ്രുവരിയിലാണ് ഞാനാണ് മാറ്റം എന്ന എൻ്റെ വീഡിയോ വൈറലാകുന്നത്. ഓരോ പെൺകുട്ടിയും എൻ്റെ ഉത്തരവാദിത്വമാണ്, അവസരമല്ല എന്നൊരാശയമാണ് അതിലൂടെ പറയാൻ ശ്രമിച്ചത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നേരിടുന്ന ക്രൂരമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊരു വീഡിയോ ചെയ്തത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടുകാരറിയാതെ ഫാഷൻ ചാനൽ ഒളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്ന എന്നെ അമ്മ കൈയോടെ പൊക്കിയതാണ് സംഭവം. എൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് തട്ടിപ്പറിച്ചതിന് ശേഷം ഒരു കസേര വലിച്ചിട്ട് കൂടെ ഇരുന്നതിന് ശേഷം എന്നോട് ടിവിയിലോട്ട് നോക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. നാണം കാണിക്കാൻ മുഖം പൊത്തിയ എൻ്റെ കൈകൾ അമ്മ ബലമായി പിടിച്ചു മാറ്റിയിട്ട്, നീ ടിവിയിലോട്ട് നോക്കടാ, എന്താ നീ ഇത്ര ഒളിച്ചിരുന്ന് കാണുന്നത്? നിൻ്റെ അമ്മയ്ക്കുള്ളത് മാത്രമേ അവർക്കുമുള്ളൂ എന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ലജ്ജ കൊണ്ട് താണുപോയ എൻ്റെ മുഖം സ്നേഹത്തോടെ ഉയർത്തിക്കൊണ്ട് അമ്മ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. സ്ത്രീകളോടുള്ള ആകർഷണം സ്വാഭാവികമാണ്, അതിനെ മാന്യമായി നിയന്ത്രിക്കുന്നിടത്താണ് ഒരാൾ ജെന്റിൽമാൻ ആവുന്നത്. അന്ന് അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ എൻ്റെ ചില ചിന്തകളോടെ കൂട്ടിച്ചേർത്താണ് ഞാൻ വീഡിയോയിൽ സംസാരിച്ചത്. നിന്റെ അമ്മയ്ക്കുള്ളത് മാത്രമേ അവർക്കുമുള്ളൂ. യുവാവിൻ്റെ വീഡിയോ വൈറലാകുന്നുവെന്ന തലക്കെട്ടോടെ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു, ചർച്ച ചെയ്തു. ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന പേരും അതിനോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ടു. അമ്മയുടെ പേര് കൂടെ ചേർത്ത മകൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പിന്നെയും ചില വീഡിയോകൾ ചെയ്തു. അതെല്ലാം വൈറലാകാൻ തുടങ്ങി. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന യുവാവ് ആ അമ്മയുടെ ഭാഗ്യമാണെന്ന് എല്ലാവരും പറഞ്ഞു. എൻ്റെ വീഡിയോകൾക്ക് താഴെ ആളുകൾ എഴുതിയിരിക്കുന്ന കമൻസ് വായിച്ച ഞാനും ഞെട്ടി. ഭാഗ്യം ചെയ്ത അമ്മ, ഇതാണ് അമ്മയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മകൻ. നിന്നെപ്പോലെ ചിന്തിക്കുന്നൊരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ ചില അമ്മമാർ അഭിപ്രായപ്പെട്ടു. ഞാൻ അമ്മയെ അത്ര കണ്ട് സ്നേഹിക്കുന്നില്ല എന്നും എൻ്റെ അമ്മയ്ക്ക് ഞാനെന്ന മകൻ അത്ര വലിയൊരു ഭാഗ്യമല്ലെന്നും ലോകത്തോട് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. ഇവിടെയാണ് ഗാന്ധിജി എന്ന മനുഷ്യൻ എന്നെ സ്വാധീനിച്ചത്. ചില സത്യങ്ങൾ ഏറ്റുപറയാൻ. എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും മോശമായ പരാമർശം വന്നത് അമ്മയുടെ വായിൽ നിന്നാണ്. ജോസഫെ, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നിന്നോട് മിണ്ടാനാണ്. എൻ്റെ 3 മക്കളിൽ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ പേടിയാണ്. ഇങ്ങനെയൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അമ്മമാർ ആഗ്രഹിച്ച നല്ലൊരു പയ്യനെന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ച ചെറുപ്പക്കാരന് സ്വന്തം അമ്മയുടെ വാഴ്ത്ത്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ആൺകുട്ടികളും അമ്മമാരോട് പ്രത്യേക സ്നേഹം പുലർത്തുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് കൂടുതൽ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? എവിടെയാണ് ദൈവമേ എനിക്ക് പാളിപ്പോയത്? അമ്മ നല്ലൊരു അധ്യാപികയായിരുന്നു, മിടുക്കിയായൊരു വീട്ടമ്മയാണ്, എല്ലുമുറിയെ പണിയെടുക്കുന്ന സ്ത്രീയാണ്. പക്ഷേ ഞാൻ ഒരമ്മയുടേതായ സ്നേഹവും വാത്സല്യവും കണ്ടത് അപ്പനിലാണ്. എന്തുകൊണ്ടോ എൻ്റെ ജീവിതമരം ചാഞ്ഞു നിൽക്കുന്നത് അപ്പൻ എന്ന നദീതീരത്തേക്കാണ്. എന്തു വെയിലാണ് ജോസഫെ, നീ ആ കാറെടുത്ത് പോടാ എന്ന് അപ്പൻ പറയുമ്പോൾ, അവൻ ഇഷ്ടമുള്ള പോലെ പോയിക്കോട്ടെ, നിങ്ങൾ കാറെടുക്കാൻ നിർബന്ധിക്കാൻ എന്തിനാണ് എന്നാണ് അമ്മ പറയാറ്. ഓഫീസിലേക്ക് 40 കിലോമീറ്റർ ഉണ്ട്. 500 രൂപയുടെ പെട്രോൾ വെറുതെ കത്തിക്കണോ എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ പ്രായോഗികമായ ചിന്തയാണ് അമ്മയുടേത്. ഒരു ചെറുപ്പക്കാരനായ ഞാൻ കുറച്ച് വെയിൽ കൊണ്ട് യാത്ര ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ ആ പ്രായോഗികതയേക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ടത് അപ്പൻ്റെ മനസ്സിനെയാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ശബ്ദം അമ്മയുടേതാണ്. ദേഷ്യപ്പെടാൻ സ്വാഭാവികമായ കാരണങ്ങൾ അമ്മയ്ക്ക് നിരത്താനുണ്ടെങ്കിലും ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് അപ്പൻ്റെ നിശബ്ദമായ ദേഷ്യപ്രകടനങ്ങളാണ്. അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ മൂർച്ച കൊണ്ട് എത്രയോ തവണ എൻ്റെ മനസ്സ് മുറിഞ്ഞിട്ടുണ്ട്. ആ മുറിവുകളിൽ നിന്ന് ഒരുപാട് കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രൊഫഷൻ എനിക്ക് സന്തോഷം നൽകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, എൻ്റെ വഴി ഇതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മോനെ, നീ ചതിക്കല്ലേ എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞില്ല. നിന്നെക്കൊണ്ട് ഇതാവുന്നില്ലെങ്കിൽ നീ അത് വിട്ടേക്ക്, പക്ഷേ ഉടനെ വേറെ വഴി നമുക്ക് കണ്ടെത്തണം, നമ്മളൊക്കെ കൂടെ ഇല്ലേടാ എന്ന് അപ്പൻ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞപ്പോൾ ഞാൻ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു കരഞ്ഞു. ഞാൻ അമ്മയോടാണ് ഏറ്റവും കൂടുതൽ തർക്കിച്ചിട്ടുള്ളത്. അമ്മയുടെ ചില പരാമർശങ്ങൾ നൽകിയ മുറിപ്പാടുകൾ ഇന്നും മായാതെ ഉള്ളിൽ കിടക്കുന്നുണ്ട്.
പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതെല്ലാം എൻ്റെ വലിയ തോൽവികളിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നു. ദൈവത്തോട് പോലും നമ്മുടെ അമ്മ തർക്കിക്കുമെന്ന് ചേട്ടനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പാപം മാതാപിതാക്കളോട് ചൂടായിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ചൂടായത് അമ്മയോട് മാത്രമായിരുന്നു. ഒത്തിരി തവണ ആത്മപരിശോധന നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുന്നു? ഇനി എൻ്റെ ഭാഗത്താണോ തെറ്റ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഉറക്കെ ബഹളം വെച്ച് സംസാരിക്കുന്നത്? എത്ര ശ്രമിച്ചിട്ടും അമ്മ എന്നെ മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ആരാണ് മാറേണ്ടത്? ഞാനോ അമ്മയോ അതോ ഞങ്ങളോ? കുറച്ചു നാളുകളായി ഞാൻ ഒരന്വേഷണത്തിലായിരുന്നു. അമ്മയെ കുറെ കൂടി മനസ്സിലാക്കാൻ, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ. എൻ്റെ അമ്മയോർമ്മകളെ ഞാൻ വീണ്ടും എണ്ണി എണ്ണി എടുത്തു. അമ്മ എന്ന വ്യക്തിയെ, അവരുടെ ജീവിതത്തെ എൻ്റെ കണ്ണുകളിലൂടെ അല്ലാതെ അമ്മയുടെ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിച്ചു. 18-ാമത്തെ വയസ്സിൽ വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് അമ്മ. കല്യാണം കഴിച്ചതോ വെളുത്ത് സുമുഖനായ എൻ്റെ അപ്പനെ. വിവാഹത്തിന് ഒരുക്കമല്ലാതിരുന്ന അമ്മയെ നേരത്തെ പിടിച്ചു കെട്ടിച്ചു. ആ സങ്കടം പേറിയാണ് പുതിയ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെന്നത്. അമ്മ അത്ര സുന്ദരിയൊന്നുമല്ലായിരുന്നു. മെലിഞ്ഞ് ഇരുനിറമുള്ള ഒരു പെൺകുട്ടി. എൻ്റെ ലുക്കിന് ഇതിലും വെളുത്ത പെൺകുട്ടികളെ കിട്ടുമായിരുന്നു എന്ന് സ്വന്തം ഭർത്താവിൽ നിന്ന് തമാശ രൂപേണയും, അവളുടെ കൂടെ കിടന്നാൽ നീ 100 തവണ കാഞ്ഞൂർപ്പുഴയിൽ കുളിച്ചോ കയറണം എന്നത് അമ്മായിമ്മയിൽ നിന്ന് കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്ന പാവം പെൺകുട്ടി. വിവാഹത്തിന് മനോഹരമായ ആദ്യ കാലഘട്ടങ്ങളിൽ സമൂഹത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഭർത്താവിനാൽ ഏകാഗിയായി പോകേണ്ടി വന്നവൾ. അന്നത്തെ കാലത്ത് മറ്റു സ്ത്രീകളെപ്പോലെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട്, കുടുംബം കൊണ്ടുപോകാൻ രണ്ടാൾക്കും ജോലി വേണമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അധ്യാപികയാകുവാൻ 1 വയസ്സുള്ള മകനെ സ്വന്തം അമ്മയെ ഏൽപ്പിച്ച് പഠിക്കാൻ പോയവൾ. അതിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നവൾ. ഒടുവിൽ കഠിനാധ്വാനം കൊണ്ട് ആഗ്രഹിച്ചത് നേടിയെടുത്തവൾ. വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ചുരുക്കി പറഞ്ഞാൽ സങ്കടങ്ങളുടെയും നഷ്ടങ്ങളുടേതുമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നത് എപ്പോഴും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയെയാണ്. അതിരാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, 3 മക്കൾക്കും ഭർത്താവിനുമുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കണം, എന്നിട്ട് ഓടിപ്പിടഞ്ഞ് സ്കൂളിലേക്ക് എത്തണം. അമ്മ ഒരു ബയോളജി ടീച്ചറായിരുന്നു. അവിടെ ചെന്ന് തൊണ്ട പൊട്ടുമാറ് പഠിപ്പിക്കണം. വൈകുന്നേരം ഓടിയെത്തി ചായയും എന്തെങ്കിലും പലഹാരങ്ങളും ഉണ്ടാക്കണം. പാത്രങ്ങൾ കഴുകി വെക്കണം. വീടും പരിസരവും വൃത്തിയാക്കണം. ഞങ്ങളുടെ എല്ലാം വസ്ത്രങ്ങൾ കഴുകണം. ഇതെല്ലാം ഒരു മാടിനെ പോലെ അമ്മ ഓടി നടന്ന് ചെയ്യുമായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോകാൻ പ്രായമായതിൽ പിന്നെ ഒരിക്കൽ പോലും ഒരു വേലക്കാരിയെ വീട്ടിൽ വെച്ചിട്ടില്ല. എല്ലാം സ്വയം ചെയ്തു തീർക്കുമായിരുന്നു. സത്യം, കൃത്യം, വൃത്തി, ഇത് 3ഉം ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടന്നൊരു സ്ത്രീയാണ്, അധ്യാപികയാണ് എൻ്റെ അമ്മ. വീട്ടിലൊന്നും തന്നെ സ്ഥാനം തെറ്റി ഞാൻ കണ്ടിട്ടില്ല. എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് എന്ന അമ്മ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു. തലേ ദിവസത്തെ പത്രം വീട്ടിലെ ടേബിളിൽ കാണില്ല. ചുവരിലെ ഒരു കോണിലും മാറാല കാണില്ല. മുകളിലെ ഫാനിൽ പൊടി അടിഞ്ഞുകൂടില്ല. അമ്മ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. എടുത്തത് എടുത്തിടത്ത് തിരികെ കൊണ്ടുവയ്ക്കണം. സ്വന്തം വീട്ടിലായാലും പുറത്തായാലും ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിറങ്ങുമ്പോൾ വൃത്തിയാക്കിയിട്ട് വേണം ഇറങ്ങാൻ. പിന്നാലെ വരുന്നവനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണത്. ആചാരങ്ങൾക്ക് വേണ്ടി കാട്ടിക്കൂടുന്ന പ്രാർത്ഥനകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവൃത്തിയാണ് വലുത്. ഞാനൊരു മിനിമം ക്രിസ്ത്യാനിയാണ്. ജീവിതത്തിൽ ക്വാണ്ടിറ്റി എന്ന വാക്കിനേക്കാൾ ക്വാളിറ്റി എന്ന വാക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും വീട്ടിലെ കാര്യങ്ങൾ ഒരു കുറവ് വരുത്താത്തതുകൊണ്ടുമാണ് ഞാൻ അമ്മയെ മനസ്സിലാക്കാതെ പോയതെന്ന് തോന്നുന്നു. ഐ ഹാഡ് ടേക്കൺ ഹെർ ഫോർ ഗ്രാൻഡഡ്. അമ്മ കുറച്ചുനാൾ ദുബായിൽ മൂത്ത ചേട്ടനോടൊപ്പം താമസിച്ചപ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കിയത് അപ്പനാണ്. എൻ്റെ ജോസഫെ, അവളെ സമ്മതിക്കണട്ടാ ഇതൊക്കെ ഓടി നടന്ന് ചെയ്യുന്നതിന്. എൻ്റെ നടു ഏതാണ്ട് ഓടിയാറായി. അമ്മ പോയിട്ട് 3-ാം നാൾ അപ്പൻ പറഞ്ഞ വാചകമാണിത്. 40 വർഷങ്ങളായി വീട്ടിലെ സകലമാന പണികളും എടുക്കുന്ന അമ്മ ഇതേ വാചകം എത്ര തവണ പറഞ്ഞു കാണും? പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആരും കേട്ട് കാണില്ല. എൻ്റെ അപ്പച്ചൻ്റെ അമ്മ വർഷങ്ങളായി താമസിച്ചിരുന്നത് ഇളയ മകൻ്റെ കൂടെ ആയിരുന്നു. എനിക്ക് അമ്മയെ കുറച്ചുനാൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കണം. അത് എൻ്റെ വലിയ ആഗ്രഹമാണ്. അമ്മ ഒരിക്കൽ അപ്പനോട് പറഞ്ഞു. ആയ കാലത്ത് നല്ല അമ്മായിയമ്മ പോര് എൻ്റെ അമ്മയോടെ എടുത്ത വ്യക്തിയാണ് അവരെന്ന് പ്രത്യേകം ഓർക്കണം. അപ്പം പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാനും അമ്മയും കാറിൽ പോയി അമ്മുമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരിക്കൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച ആ സ്ത്രീയെ ഏകദേശം 2 മാസം എൻ്റെ അമ്മ പൊന്നുപോലെ നോക്കി. അവരെ കുളിപ്പിച്ചതും കഴിച്ചതും ഭക്ഷണം കൊടുത്തതും എല്ലാം അമ്മയായിരുന്നു. ആ ദിവസങ്ങളിൽ വീട്ടിൽ വന്ന അപ്പൻ്റെ മറ്റൊരനിയൻ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഏട്ടത്തിക്ക് സ്വർഗം ഉറപ്പാണ്. ഇതിലും വലിയൊരു കാര്യം ഇനി ചെയ്യാനില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ അമ്മ. ഒരുപാട് മുറിയപ്പെട്ട ഹൃദയമായിരുന്നു അമ്മയുടേത്. ഒരുപാട് അലഞ്ഞ സ്ത്രീയാണ്. അമ്മയുടെ വിണ്ടുകീറിയ പാദങ്ങൾ എന്നോടത് പറയുന്നുമുണ്ട്. കഴിഞ്ഞ 40 കൊല്ലം അപ്പനും 3 മക്കളും ഉൾപ്പെടുന്ന 4 ആണുങ്ങളോടൊപ്പം ജീവിച്ച് അമ്മ ചിലപ്പോൾ അല്പം പരുക്കൻ സ്വഭാവക്കാരിയായി മാറിയിരിക്കാം. 3-ാമത്തെ കുട്ടി പെണ്ണായിരിക്കണേ എന്ന പ്രാർത്ഥനയോടെ വളയും മാലയും കരുതി കാത്തിരുന്ന അമ്മയ്ക്ക് ജനിച്ചത് ഞാനാണ്. അമ്മയ്ക്കിന്ന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഞാൻ. കുറ്റബോധം കൊണ്ട് ഇന്നെൻ്റെ മനസ്സ് നിറയുന്നുണ്ട്. ജീവിതം കൊടുത്ത അലച്ചിലുകളുടെയും പരുക്കുകളുടെയും അനന്തരഫലമായിരിക്കാം അമ്മയുടെ ദേഷ്യവും ഉറക്കെയുള്ള സംസാരവും. കുറെ കൂടി അമ്മയെ മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നുവെന്ന് അപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ കുറെ കൂടി അമ്മയെ സഹായിച്ചിരുന്നുവെങ്കിൽ, പരിഗണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള സ്നേഹം എനിക്കും കിട്ടിയേനെ.
അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു തട്ടിലും ഞാൻ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ മറുതട്ടിലും കൂട്ടിവെച്ച് നോക്കിയാൽ അമ്മയുടെ തട്ട് നിലം തൊടുന്നുണ്ടാകും. അമ്മ ചെയ്തു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ആകത്തുകയുടെ പേരാണ് സ്നേഹം. ഒരുപക്ഷെ ഇല്ലാതാകുമ്പോൾ മാത്രം നാം തിരിച്ചറിയുന്ന സ്നേഹം. ഇപ്പോൾ മനസ്സെല്ലാം തിരുത്തി പറയുന്നുണ്ട്. ദൈവത്തോടു പോലും തർക്കിക്കാനൊക്കെ എൻ്റെ അമ്മയ്ക്ക് അവകാശമുണ്ട്. അമ്മയുടെ മൂർച്ചയേറിയ വാക്കുകൾ അവർക്കേറ്റ മുറിവുകളുടെ റിഫ്ലെക്സ് ആക്ഷനാണ്. എൻ്റെ അമ്മ ഒരുപാട് സ്നേഹം അർഹിക്കുന്നുണ്ട്. മകനെന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ആക്സെപ്റ്റ് ഹെർ ദ വേ ഷീ ഈസ് എന്നുള്ളതാണ്. ഞാൻ എഴുതിയ ഈ വരികളിലൂടെ അമ്മ കടന്നു പോകുന്നത് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അമ്മ എന്തായിരിക്കും ചിന്തിക്കുക? വായിച്ചതിനു ശേഷം അമ്മ എന്നോട് എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുക? അമ്മയുടെ കണ്ണ് നിറഞ്ഞു കാണുമോ? എനിക്കൊന്നേ പറയാനുള്ളൂ അമ്മേ. ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞിരുന്നു. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോഴും അമ്മയല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി അമ്മ തന്നെയാണ്. സ്നേഹം പഴയതിലും അധികം കൂടിയിട്ടുമുണ്ട്. ജീവിതം അമ്മയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഓരോ മുറിവുകളിലും എൻ്റെ 1000 ചുംബനങ്ങൾ.